നമസ്കാരം. ഏപ്രിൽ മാസം അവസാനിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല. ഏപ്രിൽ അവസാന ദിവസം കൊണ്ട് തന്നെ രക്ഷപ്പെടാൻ സാധ്യത കൂടുതലുള്ള ചില രാശിക്കാരുണ്ട്. ആ രാശിക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഇതിന് കാരണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഏപ്രിൽ 30 ശുക്രൻ മേടം രാശിയിൽ പ്രവേശിക്കുകയാണ്. പണം, ആഡംബരം എന്നിവയുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ് ശുക്രൻ. മേടം രാശിയിലേക്കാണ് ശുക്രൻ എത്തിച്ചേരുന്നത് അഥവാ തിരിച്ചെത്തുകയാണ്. തന്മൂലം സ്വപ്നതുല്യമായ ഭാഗ്യങ്ങൾ ജീവിതത്തിൽ ചില രാശിക്കാർക്ക് വന്നു ചേരും. അനുകൂലമായ ഗ്രഹമാറ്റമാണ് സംഭവിക്കുക. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ അഥവാ ഇരട്ടി നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പ്രധാനമായും മെയ് മാസത്തിലും ഈ അനുകൂലമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ തുടരുക തന്നെ ചെയ്യും. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഈ മാസം ഏറ്റവും ശുഭകരമായി തീരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസത്തിന്റെ അവസാന ദിവസം തന്നെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും അഥവാ ശുഭകരമായ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായ ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. കാരണം ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ചില പ്രധാനപ്പെട്ടതായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ അതിന് സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ, കടബാധ്യതകളോ മാനസികപരമായ വിഷമതകളോ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നു എന്നതും വാസ്തവമാണ്. അതിന് അനുകൂലം തന്നെയായി മെയ് മാസം മാറും. ധനപരമായ നേട്ടങ്ങളിലേക്ക് അഥവാ അനുകൂലമായ ഫലങ്ങളിലേക്ക് ഇവർക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതായ ഒരു ദിവസമായി തന്നെ ഏപ്രിൽ 30 മാറും. കാരണം ഇന്നേ ദിവസം മുതലാണ് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുക. ഭാഗ്യം തുണയ്ക്കും. അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. ധനപരമായ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുക. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുക. തന്മൂലം നിങ്ങൾക്ക് ധനപരമായോ അല്ലെങ്കിൽ തൊഴിൽപരമായോ ഉയർച്ച വന്നു ചേരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം പ്രധാനമായും ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായത്താൽ പോലും നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നിറയുന്നതായ ഒരു മാസമായി തന്നെ മാറാം. സ്വർണം വാങ്ങുക അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കളും വാങ്ങുവാൻ സാധിക്കുന്ന ദിവസമായി തന്നെ മാറാം. കൂടാതെ അനർത്ഥങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വിധത്തിലും ചിന്തിച്ച് ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തൊഴിൽ അവസരങ്ങൾ അതല്ല തൊഴിൽ മാറുവാനുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. ഈ മാസം പ്രധാനമായും ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള മാസമായി തന്നെ മെയ് മാസം മാറാം. ധന നേട്ടങ്ങൾക്കുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ പല പ്രശ്നങ്ങളുമുണ്ട്. പണം വിചാരിക്കുന്നത് പോലെ കൈകളിലേക്ക് വന്നു ചേരാത്തതായ സാഹചര്യം പോലുമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായി പലരെയും സഹായിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത് സാമ്പത്തികമോ മറ്റ് സഹായങ്ങളോ ആകാവുന്നതുമാണ്. അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട്
ധനപരമായ ലാഭം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സ്വപ്നം തുല്യമായ ഭാഗ്യങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായി മാറാം. കൂടാതെ ചിന്തിക്കാത്ത തരത്തിലുള്ള ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് തൊഴിൽപരമായോ ബിസിനസ് പരമായോ അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. കൂടാതെ ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും സമാധാനവും വന്നു ചേരാം. തൊഴിൽ ലബ്ധി വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭാഗ്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായി തീർന്നു എന്ന് വരാം. കാര്യ തടസ്സങ്ങൾ അകലുകയും കാര്യവിജയം ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യാം. ഇത്തരത്തിൽ ധനപരമായും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ അത് മറ്റ് വ്യക്തികളുടെ പ്രേരണയാൽ സംഭവിക്കാം. അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ തിരിച്ചടികൾ പല ഭാഗത്തു നിന്നും വന്നു ചേരാം. കൂടാതെ ഈ സമയം പല വ്യക്തികളുടെയും പിണക്കങ്ങൾ തർക്കങ്ങൾ മാറ്റുവാൻ സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് വന്നു ചേരുക. ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ പ്രധാനമായും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമായി തന്നെ മെയ് മാസം മാറാം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് നീങ്ങുക. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതായത് ഏപ്രിൽ മാസത്തിന്റെ അവസാന ദിവസം മുതൽ തന്നെ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അനുകൂലമായ ഫലങ്ങൾക്ക് വഴിയൊരുക്കാവുന്ന ഒരു മാസമായി തന്നെ മെയ് മാസത്തെ മാറ്റുവാൻ സാധിക്കും. സാമ്പത്തികമായ ചില ആവശ്യങ്ങളുള്ള മാസം തന്നെയാണ് മെയ് മാസം. പല കാര്യങ്ങളിലും ധനം ആവശ്യമായ സമയം. അതല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ധനം തികയാത്തതായ അവസ്ഥയോ അതുമൂലം ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നതായ സാഹചര്യമോ ജീവിതത്തിലുണ്ട്. ചില വ്യക്തികളുടെ അവഗണനകൾ, വിഷമങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ സമയം. ഇത്തരത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ സാധിക്കാത്തതിൻ്റെ ദുഃഖമാണ് എങ്കിലും മനസ്സിലുണ്ട്. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. കഷ്ടതകൾ, ദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന മാസമായി തന്നെ മെയ് മാസം മാറാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യോദയത്തിന് തുടക്കം കുറിക്കുന്നതായ ഒരു മാസമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. അനുഭവിച്ചതായ ദുഃഖ ദുരിതങ്ങൾ പലതും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയി എന്ന് വരാം. അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന മാസമായി പോലും മാറാം. കൂടാതെ നിങ്ങൾക്ക് പല വ്യക്തികളിലും സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. പല തീരുമാനങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി എടുക്കുവാൻ മറ്റുള്ളവർക്ക് പ്രേരണ വന്നു ചേരാം. അല്ലെങ്കിൽ അത്തരം ചില ചിന്തകൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രധാനമായും സമൃദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളും കയ്യെത്തും ദൂരത്തു നിന്നും നഷ്ടമാകുന്നതായ സാഹചര്യമുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടോ വിഷമതകളുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ അനുകൂലമായ സമയമാകുന്നു. കുടുംബ സൗഖ്യം വന്നു ചേരാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. വിദേശത്ത് പോലും തൊഴിൽ അവസരങ്ങൾ വന്നു ചേരാം. താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലം അനുഭവിക്കാനുള്ള യോഗം വന്ന് ചേരാവുന്ന സമയമാണ്. ആഗ്രഹ സാഫല്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് പല മേഖലകളിലും വിജയങ്ങൾ, ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കർമ്മ മേഖലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ഈ സമയം പ്രധാനമായും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ ഈ മെയ് മാസത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പ്രണയികൾക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യം തന്നെയാണ് മെയ് മാസത്തിൽ ഉള്ളത്. പൊതുവിൽ ഈ സമയം തർക്കങ്ങൾ അല്പം കുറച്ച്
മുന്നോട്ട് പോകുവാൻ സാധിക്കും. മനസമാധാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു.